നിശാഗന്ധി നീ എത്ര ധന്യ വിദ്യ കൊണ്ടറിയേ നിങ്ങൾ വലിയ കലാകുടുംബം. അരിസികന്മാർ അരങ്ങത്തിറങ്ങിയാലേ കലാഭൂമി കലാപഭൂമി ആവും. ഞാനും കവിത എഴുതും, കാണാം. അങ്ങോട്ട് നോക്കൂ. കവി എന്ത് വിഷയത്തെ ആസ്പദമാക്കിയാണ് എഴുതി കൂട്ടുന്നത്? നമ്മൾ എഴുതുന്നതാവണം വിഷയം. സിദ്ധു, அப்படியே உட்கார்ந்து எழுதட்டும், டிஸ்டர்ப் செய்யக்கூடாது. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് പ്രഗ്നൻസി കിട്ടിയില്ല. അത് നമ്മളെല്ലാവരും വിചാരിച്ച പോലെ ഫുഡ് പോയിസൺ തന്നെയായിരുന്നു. അത് കുഴപ്പമില്ല. എന്നാലും പ്രഗ്നൻസി ആയിരുന്നെങ്കിൽ ഭയങ്കര രസകരമായി പോയതിനെ ഒരു നിരാശയായി. എന്നാലും കുഴപ്പമില്ല. പുതിയ എപ്പിസോഡിൽ കുറച്ച് പരിപാടികൾ വന്നിട്ടുണ്ട്. ഒരു കവി ആ ഒരു സെറ്റപ്പ് പണ്ട് നമുക്ക് ബാലോചനൊക്കെ ഉണ്ടായിരുന്നപ്പം ഇങ്ങനത്തെ എപ്പിസോഡുകൾ വന്നിട്ടുണ്ട്. ഈ കവിത എഴുത്ത് പരിപാടിയുടെയൊക്കെ നമ്മുടെ കേശു കവിയായിട്ടൊക്കെ നിന്നിട്ടുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. നമുക്ക് പ്രഗ്നൻസി മിസ്സായാലും നമ്മൾ കല്ലൂനെ കണ്ടിട്ട് ഒരുപാട് നാളായ കല്ലു എപ്പിസോഡിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിടവ് എന്തായാലും ഉണ്ട്. നമുക്ക് എന്തായാലും പുതിയൊരു കുട്ടി വരുന്നില്ല. അപ്പം കല്ലുവിനെ കാണിക്കാൻ നമുക്ക് പാറക്കുട്ടി ഇല്ല. പാറക്കുട്ടി എക്സാം ആയിട്ട് പോയേക്കാന്നറിയാം. അപ്പോൾ കല്ലുവെങ്കിലും എപ്പിസോഡുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാറക്കുട്ടിയുടെ ഒരു എന്താണ് ഒരു സംഭവം ഒന്ന് നികത്താവുന്നതാണ്. അപ്പോൾ അത് എപ്പിസോഡിൽ